കണ്ടോ ബഞ്ചുപാരി പൊളിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി കണ്ടോ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആന തുമ്പിക്കെ പൊക്കും. ഇവിടെ ചിലവ് 500 രൂപയാണ്. പിന്നെ എന്തോട്ടെ ആന മുടി ചെമ്പിച്ചിരിക്കുന്നത്? ഇത് വെള്ളയാന. വെള്ളയാനല്ലേ? ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളയാനയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെള്ളയാനെ കാണുന്നത്. ഇവിടെയാണല്ലേ ആനയെ കണ്ടോ? ആദ്യമായിട്ടാണ് ഈ വെള്ളയാനയെ കാണുന്നത്. കണ്ടില്ലേ? ഇത് കാരണമല്ലേ വെള്ള ആനപ്പുറത്ത് കയറുന്ന ആൾക്കാരെ കണ്ടോ നിങ്ങൾ? ഇത് വെള്ളയാന കറുത്ത ആന മാത്രമേ ഉള്ളൂ. എലിഫൻ്റായിട്ട് പോവുകയാണെങ്കിൽ അവിടെ വന്ന് ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കാം. ഇത്ര കേരള ടൂർ ചെയ്തില്ലേ? അപ്പോൾ തേക്കടിയിലുള്ളൊരു എലിഫൻറ്റ് ഫാമിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്ന് പ്രത്യേകത ഒരു വെള്ളയാനയാണ്. കണ്ടേ വെള്ളയാന, ഇങ്ങനെ വെള്ളയാന. വെള്ളയാന കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ വെള്ളയാന. പൈസ കൊടുത്ത ആന തുമ്പിക്കൈ അല്ല എവിടെ ഉണ്ടല്ലോ. കണ്ടില്ലേ? അപ്പം ഇവിടെ വരുമ്പോൾ ഒരു ആചാരമുണ്ട്. കണ്ടില്ലേ? ഇവിടെ വരുമ്പോൾ ഇതിപ്പോൾ എല്ലാം പിടിയാനതാണ്, ഒന്നും കൊമ്പനല്ല, എല്ലാം പിടിയാനതാണ്. ഇവിടെ ഒരു ആചാരമുണ്ട്. ഇവിടെ വരുമ്പോൾ അവർ ആനയ്ക്ക് 10-20 ആനയുടെ തുമ്പിക്കൈ വെച്ച് കൊടുക്കും. അപ്പോൾ ആന തുമ്പിക്കൈ പൊക്കും. അങ്ങനത്തെ ചെറിയൊരു ആചാരമൊന്നുമല്ല അത്. കണ്ടല്ലേ? ഇവിടെ ഒരു ചേച്ചി മാത്രം ആനപ്പുറത്ത് വന്നിരിക്കുന്നത്. ചേച്ചി കണ്ടല്ലേ? കണ്ടല്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ടില്ലേ? പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആന തുമ്പിക്കൈ പൊക്കും. അതാണ് ആനയുടെ പ്രത്യേകത. കണ്ടല്ലേ? ആ ചേച്ചി ഒറ്റയ്ക്കാണ് ആനപ്പുറത്ത് അതാ ചെയ്യുന്നത്. ഫുൾ വീഡിയോ എടുക്കണം. കണ്ടല്ലേ? ഇഷ്ടംപോലെ ആൾക്കാരിവിടെ കയറാൻ ക്യൂ നിൽക്കുകയാണ് ഇവിടെ കയറാൻ വേണ്ടി. കണ്ടല്ലേ? ആനയ്ക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ ആന തുമ്പിക്കൈ പൊക്കും. കണ്ടില്ലേ? കണ്ട പൈസ കൊടുത്താൽ തുമ്പിക്കൈ പൊക്കോളാണ് ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടില്ലേ? അടുത്ത സെക്ഷനാണ്. പൈസ കൊടുക്കുമ്പോൾ ആന തുമ്പിക്കൈ പൊക്കും. കണ്ടില്ലേ? അടുത്ത ബാച്ചാണ് ഇത്. ഒരാൾ ഇവിടെ ഒരു 10-15 ആനകൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരിവിടെ ഈ ആനയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ ആന നോർമലി തുമ്പിക്കൈ പൊക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടില്ലേ? ഇപ്പോൾ നോക്കണേ ബഞ്ചുപാരി പൊളിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി കണ്ടോ. ഇപ്പം ആ ചേച്ചി പൈസ കൊടുക്കുമ്പോൾ ആന നോക്കണേ ക്യാഷ് വെക്കുമ്പോൾ കണ്ട പൈസ കണ്ട കണ്ടില്ലേ? കണ്ടില്ലേ? പൈസ കൊടുത്താൽ മാത്രമേ ആന തുമ്പിക്കൈ പൊക്കത്തുള്ളൂ. വലിയ ആചാരമാണ് കേട്ടോ. പക്ഷെ ഒന്നും കൊടുത്തില്ല പൈസ അവർക്ക്. എല്ലായിടത്തും ഈ ഒരു പ്രത്യേകത മാത്രമാണ് ലോകം. പൈസ കൊടുക്കുമ്പോൾ ആന തുമ്പിക്കൈ പൊക്കും. അതാണ് ഏറ്റവും പ്രത്യേകത. ഏകദേശം 10-15 ആനകൾ ഇവിടെ ഉണ്ട്. ഒരു ആനയ്ക്ക് 500 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. പൈസ കൊടുത്താൽ ആന തുമ്പിക്കൈ പൊക്കും. ആനയുടെ പ്രത്യേക ഇതിലേക്കാണ്. ആനയ്ക്കൊന്നും കൊടുത്തില്ല. ഇഷ്ടംപോലെ വിദേശികളാണ് ഇവിടെ വരെ കൂടുതലും വരുന്നത്. കണ്ടില്ലേ? വിദേശികൾക്ക് വേണ്ടി മാത്രമാണ്. ഇതിപ്പോൾ ക്രിസ്മസ് ആയപ്പോൾ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നു അധികം. പക്ഷേ ഇപ്പോൾ അധികം വിദേശികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ റൈഡിന് വേണ്ടി ഏകദേശം ഇവിടെ ചിലവ് 500 രൂപയാണ്. പിന്നെ അതും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. അത് വലിയ പ്രത്യേകതയാണ്. പിന്നെ ആനയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ലേ. ഇപ്പം ആ ചേച്ചി ഫോട്ടോ എടുത്തു കണ്ട തുമ്പിക്കൈ വെക്കണമെങ്കിൽ കണ്ട അവർ ട്രിക്കാണ്. ക്യാഷ് നോക്കി സത്യം പറയാം പൈസ ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ പേപ്പർ കൊടുക്കുകയാണ്. കണ്ടില്ലേ? നമ്പർ പരിപാടി കേട്ടോ. ഇത് കേരളത്തിൽ നടക്കുള്ളൂ. കണ്ടില്ലേ? പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ആന തുമ്പിക്കൈ പൊക്കത്തുള്ളൂ. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ തറയുന്നൊക്കെ ഒരുമാതിരി പേപ്പറൊക്കെ എടുത്ത് വെച്ചപ്പോൾ എങ്കിലും പൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ അവർ കണ്ടില്ലേ അതാ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുകയാണ് തുമ്പിക്കൈ പൊക്കാൻ വേണ്ടി. അപ്പോൾ നോക്കുകയാണ് അങ്ങനെ 10 രൂപ. നൈസ് പരിപാടി നൈസ് പരിപാടി. പൈസ ചേട്ടാ 10 രൂപ എടുത്തില്ലേ? കണ്ടില്ലേ?
10 രൂപ കൊണ്ട് കുറച്ചേ പൊക്കിയുള്ളൂ കണ്ടില്ലേ. ഓ ആനയ്ക്ക് വരെ പൈസയുടെ കണക്കുകൾ അറിയാമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം കണ്ടില്ലേ. ആനയ്ക്ക് പോലും പൈസയുടെ കണക്കുകൾ കറക്റ്റ് അറിയാം. തുമ്പിക്ക് പൊക്കണമെങ്കിൽ ആന പൈസ കൊടുത്താൽ തുമ്പിക്ക് പൊക്കത്തുള്ളൂ. അതാണ് വലിയ പ്രത്യേകത. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കാപ്പിക്കുരു ഒക്കെ ഉണ്ട്. കാപ്പിക്കുരു, ഏലം, അങ്ങനത്തെ എല്ലാ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കണ്ടില്ലേ. ഏകദേശം ഒരാന അവിടെ കുളിപ്പിക്കുന്നുണ്ട് കണ്ടില്ലേ. അവിടെ നിന്ന് കാണാൻ പറ്റും ഒരു ആനയെ കുളിപ്പിക്കുന്നത്. കണ്ടില്ലേ, 1 മണിക്കൂർ തളർന്ന് ആന വന്നു. ഇതെല്ലാം പിടിയാനകളായതുകൊണ്ട് വലിയ പ്രശ്നക്കാരല്ല ഇവരൊന്നും. കണ്ടില്ലേ, അത് വയ്യാന്ന് പറഞ്ഞു. കാര്യം തളർന്നു. അത് എനിക്ക് നിരപ്പ് കണ്ടായിരുന്നു. കാര്യം ഞങ്ങളെന്തായാലും ആനപ്പുറത്ത് കയറുന്നില്ല. 500 രൂപ കൊടുത്തൊരു ആനപ്പുറത്ത് കയറാൻ ഇപ്പോൾ തൽക്കാലത്തേക്കാണ്. എനിക്ക് വയ്യ, ആ രീതിക്കാണ് വരുന്നത്. തുമ്പിക്കൈ പൊക്കിയാൽ പൈസ കൊടുത്താൽ പൊക്കുന്ന ഒരേ ഒരു ആന ആനകൾ ആദ്യമായിട്ട് കാണുന്നത് കണ്ടല്ലേ. കണ്ടില്ലേ, ഇപ്പോൾ നോക്കിക്കാണേ. ഇവിടെ ഇഷ്ടംപോലെ ഫാമിലീസാണ് കൂടുതൽ ആന കാണാൻ വരുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കണ്ടില്ലേ, ആന വരും പോകും കണ്ടില്ലേ. പിന്നെ ആന തുമ്പിക്കൈ പൊക്കണമെങ്കിൽ പൈസ കൊടുത്തേ പറ്റൂ. അതും ചെറിയ നോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, വലിയ നോട്ട് കൊടുത്താലേ പൊക്കത്തുള്ളൂ. 500 കൊടുത്ത് ആന ചാടും. അതാണ് വേറൊരു പ്രത്യേകത. കണ്ടില്ലേ ആനയൊക്കെ ഇറങ്ങുന്നത് കയറുന്നതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് പരിചയപ്പെടുത്തി, ഈ ചേട്ടനാണ് പരിചയപ്പെടുത്തുന്നത്. പുള്ളിക്കാരൻ വന്നുകൊണ്ട് ഇപ്പം നോക്കി ആന തുമ്പി പോകണത് കണ്ടാ. ഇടിച്ചിട്ടിലേക്കുള്ള കണ്ടില്ലേ. പൈസ കൊടുത്ത തുമ്പിക്ക് ആന പൊക്കി തലയിൽ വെക്കുന്നുണ്ട്. കണ്ട. പക്ഷേ നമുക്കറിയത്തില്ല ആന തുമ്പിക്ക് പൊക്കണത്. അടുത്ത സെക്ഷൻ ഇനി ക്യാഷ് കൊടുത്താൽ ഇനിയും പൊക്കത്തുള്ളൂ. അത് വേറൊരു പ്രത്യേകത. അല്ല അതിച്ചിരി പൈസയില്ല പാവം. ഇവിടുത്തെ വിശേഷങ്ങളൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. ചെറിയ കാഴ്ചകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഉണ്ടല്ലോ.